പാവക്കുളം മഹാദേവ ക്ഷേത്രം ഏതാണ്ട് ഒരു 800 വർഷത്തെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. കുറുമൂർ മനക്കാരുടെ അധീനതയിലായിരുന്ന ഈ ക്ഷേത്രം 1970 വിശ്വഹിന്ദു പരിഷത്തിലേക്ക് എഴുതി കൊടുത്തത്. വിശ്വഹിന്ദു പരിഷത്ത് ഏറ്റെടുത്തതിന് ശേഷം പടിപടിയായി ഇന്ന് കാണുന്ന രീതിയിൽ ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതി കൊണ്ടുവരികയാണ് ചെയ്തത്. 1976 ശ്രീകോവിൽ പൊളിച്ച് പുതുക്കി പണിതു. 82-84 കാലഘട്ടത്തിൽ ചുറ്റമ്പലം വളരെ വിപുലമായ രീതിയിൽ ചുറ്റമ്പലവും തീർത്തു. ഒന്നാണ് ഇത്. മാത്രമല്ല എല്ലാ പ്രദോഷത്തിലേക്കും 1000 കുടം ധാരപതി ഉണ്ട്. അതിനു പുറമെ എല്ലാ ദിവസവും വേദജപം, ഒരു വേദജ്ഞം വന്നിട്ട് വേദജപം 11 ശ്രീരുദ്രം ജപിച്ച് ഭഗവാൻ വേദജപം നടത്തുന്നു. അങ്ങനെ നടക്കണ ചുരുക്കം ചില ഗുരുവായൂരൊക്കെയാണ് അങ്ങനെ സ്ഥിരം ആയിട്ട് നടക്കുന്ന സ്ഥലമുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ പാവക്കുളത്ത് അതുപോലെ ദിവസവും ഒരു വേദജ്ഞം വന്ന് വേദജപം, അതുപോലെ മഹാരുദ്രം, ഏകാശുരുദ്രങ്ങൾ, പിന്നെ പ്രദോഷത്തിന് അക്ഷരലക്ഷം പഞ്ചാക്ഷരം കലശം പൂജിച്ച് 10 ബ്രാഹ്മണ ശ്രേഷ്ഠർ വന്നിട്ട് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ അത് തൊട്ട് അക്ഷരലക്ഷം പഞ്ചാക്ഷരം ജപിച്ച് ആ ദ്രവ്യം ഭഗവാന് പ്രദോഷ സമയത്ത് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നു. അതുപോലെ 365 ദിവസവും അന്നദാനം നടക്കുന്ന ഒരു മഹാക്ഷേത്രം കൂടിയാണിത്. വിവാഹ തടസ്സത്തിനും വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുന്നതിനും വേണ്ടിയുള്ള പൂജയാണ്. കേരളത്തിൽ ചുരുക്കം ചില ക്ഷേത്രങ്ങൾ നടത്തുന്ന ഒരു പൂജയാണ് ബാണേശി പൂജയും ബാണേശി ഹോമവും. ധാരാളം ഭക്തജനങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ വരികയും ആ പൂജയിൽ പങ്കെടുത്ത് ഒരു മംഗല്യ സിദ്ധി ലഭിക്കുകയും ചെയ്തിട്ടുള്ളതായിട്ട്
ഭക്തജനങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം ധനുമാസത്തിലെ തിരുവാതിര ആറാട്ടോടുകൂടി 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടത്താറ്. Shivaya, Shivaya.